ഹലോ, അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ അടുത്തൊരു ഫിഷിംഗ് വീഡിയോ ആയിട്ടാട്ടോ. അപ്പോൾ ജാസൂസിന്റെ പുതിയ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇതിനു മുന്നേ നമ്മളിവിടെ വീടിന്റെ അടുത്തുള്ള കുളത്തിൽ നിന്ന് മീനൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുത്ത ഒരു ഫിഷിംഗ് വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വീണ്ടും ഇവിടെ തന്നെ നമ്മൾ പുഴയിലൊക്കെ പോയി പിടിക്കാന്നാണ് വിചാരിച്ചത്. പക്ഷെ നമുക്ക് ഇതിനകത്ത് അത്യാവശ്യം നന്നായിട്ട് മീനുണ്ട്. അപ്പോൾ നമ്മൾ ഒരു തവണയും കൂടി ഇവിടെ തന്നെ പിടിക്കാന്ന് വെച്ചു. അപ്പോൾ ഇത് ഈ കുളത്തിൽ വളർത്തുന്ന മീനാണ്. അങ്ങനെ പുറത്തുനിന്ന് പിടിക്കുന്ന ഒരു വലിയ ടേസ്റ്റ് ഒന്നും ഇതിന് പറയാനില്ല. അത്യാവശ്യം നല്ല മധുരിപ്പാണ് ഈ മീനിന്. എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് പിലോപ്പി എന്ന് പറയുന്ന സാധനം ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് കരിമീനിനേക്കാളും കുറച്ചുകൂടി ഇഷ്ടം എനിക്ക് പിലോപ്പി തന്നെയാണ്. കരിമീൻ ഇഷ്ടമല്ല എന്നല്ല, എന്നാലും എനിക്ക് കൂടുതൽ ഇഷ്ടം എനിക്ക് പിലോപ്പി തന്നെയാണ്. അതുകൊണ്ട് ഈ സാധനം ഞാൻ എപ്പോഴും സ്ഥിരം നമുക്ക് കടയിലൊരു 250 ആ റേഞ്ചിലൊക്കെ എപ്പോഴും വാങ്ങിക്കാൻ കിട്ടാറുണ്ട്. അപ്പൊ നമ്മുടെ കുളത്തിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ കുറച്ചുകൂടി വലിപ്പമാവട്ടെ എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ വേറെ കറിക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് ശരി എന്നാ ചൂണ്ടിയിട്ടേക്കാന്ന് വിചാരിച്ചു. അപ്പൊ സെക്കൻഡ് ഡേ ഞങ്ങൾ ഇത് ചൂണ്ടിയിട്ടപ്പോഴും ഞങ്ങൾക്കൊരു 8-10 ഒക്കെ ഞങ്ങക്ക് കിട്ടി. ചേട്ടൻ നല്ല വെയിലത്ത് നിന്ന് ചൂണ്ടിയിരുന്നു. അപ്പൊ ചേട്ടനെ ഇങ്ങനെ വീഡിയോയിലേക്ക് എടുക്കാൻ പറ്റണ്ടായിരുന്നില്ല. ഫുള്ള് ഫോണിന്റെ ഇതിലേക്ക് ബ്രൈറ്റ്നെസ് നന്നായിട്ട് അടിക്കുമായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ചേട്ടനെ എടുക്കാഞ്ഞത്. അപ്പത്തേ ഈ മീൻ ഈ കുളത്തിൽ കിടക്കുന്നോണ്ടാണെന്ന് അറിയില്ല, കയ്യിലെടുക്കാൻ ഭയങ്കര പാടായിരുന്നു. എനിക്ക് ആദ്യത്തെ പ്രാവശ്യം എനിക്ക് എടുത്തപ്പോൾ എനിക്ക് വലിയ പ്രയാസമൊന്നും തോന്നിയില്ല. പക്ഷെ എനിക്ക് ഇന്നത്തെ ദിവസം എന്താണെന്നറിയില്ല, എനിക്ക് ഇതിനെടുത്തിട്ട് ഭയങ്കര വഴുക്കലായിരുന്നു. പിടിക്കാൻ ഭയങ്കര പാടായിരുന്നു. പിന്നെ മണ്ണിലൊക്കെ കൈയൊക്കെ മുക്കി ആ ഒരു ഇതോട് കൂടിയിട്ടൊക്കെയാണ് പിടിക്കേണ്ടി വന്നത്. ആദ്യത്തെ തവണ ചൂണ്ടിയിട്ടപ്പോഴേക്കും നന്നായിട്ട് മീനിനെയൊക്കെ നന്നായിട്ട് പെട്ടെന്ന് കിട്ടിയായിരുന്നു. ഇപ്പൊ രണ്ടാമത്തെ തവണ മീനൊക്കെ എല്ലാം ഈ അഭ്യാസ മുറകളൊക്കെ പഠിച്ചതുകൊണ്ടാണെന്ന് തോന്നുന്നു അത്രയ്ക്ക് അങ്ങോട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ അതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്തില്ല. ഞാൻ ചൂണ്ടിടാനൊന്നുമില്ല, മീനിനെ വാങ്ങി ഇതിലേക്ക് ഇടുക മാത്രമാണ് ചെയ്തത്. അതും ഞാൻ പറഞ്ഞില്ലേ, എടുക്കാൻ ഭയങ്കര പാടായിരുന്നു. അപ്പൊ അടുത്ത തവണ ഞങ്ങൾ എന്തായാലും പുഴയിൽ പോയി ചൂണ്ടിടാനുള്ള ഒരു പ്ലാനിങ്ങിലാണ് നിൽക്കണത്. പക്ഷെ ഇവിടത്തെ ഈ അഭ്യാസമൊന്നും പുഴയിൽ ചെന്ന് എടുക്കത്തില്ലെന്നറിയാം. എന്നാലും ഇത് ഞങ്ങൾ ഉണ്ടമ്പൊരി ഇട്ടാണ് ഈ മീനിനെ പിടിച്ചോണ്ടിരിക്കണത്. അതുകൊണ്ട് പുഴയിൽ ചെന്നിട്ട് കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. മീനിനെയൊക്കെ ഇങ്ങനെ ആൾക്കാർ പുഴയിലൊക്കെ ചൂണ്ടിയിട്ട് പിടിക്കുന്നതൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് സിമ്പിൾ പരിപാടിയാണെന്ന്. പക്ഷെ നമ്മളൊന്നും ഈ പരിപാടിക്ക് വേണ്ടി നിന്നപ്പോഴാണ് നമുക്കത് മനസ്സിലായത് അത്ര സിമ്പിളൊന്നും അല്ല കേട്ടോ. പിന്നെ ഇതിനെ പിടിച്ചെടുക്കുന്ന കാര്യം ഭയങ്കര കഷ്ടമാണ്. പിന്നെ ഇതേ നമ്മുടെ അടുത്തുള്ള ചേട്ടൻ വന്നിട്ടാണ് എനിക്കിതിനൊക്കെ പിടിച്ചതിലേക്കൊന്ന് ഇട്ടൊക്കെ തന്നത്. അപ്പോൾ നമുക്ക് വലുതും ചെറുതുമായിട്ട് നമുക്കൊരു 8 അതിനെ കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇന്നത്തേക്കുള്ള കാര്യങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു കുട്ടി വീഡിയോ ഇവിടെ അവസാനിക്കുവാണ്. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ. അപ്പം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.